ഞാൻ തന്നെ ഒന്ന് ഷോക്കായി, ഇത് എനിക്കാണ് ടോപ്പ് സ്കോർ എന്ന് അറിഞ്ഞപ്പോ. അതെ, ഷോക്കായ അനുഭവം നേരിട്ട് അനുഭവിച്ചതാണ്. ഞാൻ വിചാരിച്ചു എനിക്കോ എന്നുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ നേടാവുന്നതേ ഉള്ളൂ. ടീച്ചർ പറയുന്ന പോലെ ഒരു പോസ്റ്റ്മോർട്ടം ഇവാലുവേഷൻ ആണ്. ഓരോ വരികളും അതിൽ ഓരോ വാക്കും എടുത്ത് അത് ആ വാക്ക് അവിടെ വേണോ അല്ലെങ്കിൽ അത് വേണ്ട, മാറ്റി നമുക്ക് വേറെ വെക്കാം എന്നുള്ള ഓരോ ഫീഡ്ബാക്കും അപ്പൊ കേൾക്കുമ്പോൾ ഇത്രയും തെറ്റുകളുണ്ടോ, ഇത്രയൊക്കെ പറയണം തോന്നും. പക്ഷെ അത് ഇവഞ്ച്വലി നമ്മുടെ ആൻസറിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. ടീച്ചറുടെ ക്ലാസ്സിൽ ഇപ്പം ചെറുകഥയുടെ ഭാഗമാണെങ്കിൽ, നോവലിന്റെ ഭാഗം പഠിക്കുകയാണെങ്കിൽ ടീച്ചർ VK-യും തകഴിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ വെച്ചിട്ടാണ് ടീച്ചർ പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് രണ്ടുപേരെയും പഠിക്കാൻ പറ്റി. ഇപ്രാവശ്യത്തെ നമ്മുടെ മെയിൻസ് പരീക്ഷയിൽ പുറത്തുനിന്ന്, അതായത് നമ്മൾ പഠിക്കാത്ത ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടില്ല. ഏകദേശം എല്ലാം കംഫർട്ട് ആയിട്ടുള്ള ഒരു ഏരിയാസ് എന്നാണ് എല്ലാം ചോദിച്ചത്. എനിക്ക് ആദ്യം കൺഫ്യൂഷൻ ആയി, ഇതിപ്പോ ഏത് കവിതയില്. അതെ. അപ്പൊ ഞാനിങ്ങനെ ആ ട്യൂൺ വെച്ച് അങ്ങനെ പാടി നോക്കി. അപ്പൊ മനസ്സിലായി നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ കുറെ റെഫറൻസ് ബുക്കുകളുണ്ട്. ഞാൻ അതൊക്കെ കുറച്ച് റെഫറൻസ് ബുക്കൊക്കെ ഞാൻ അപ്പൊ യൂസ് ചെയ്തിരുന്നു. പിന്നെ ഒരു ഇന്റർവ്യൂവിന് പോലും വന്നിരുന്നു റെഫറൻസ് ബുക്കുകൾ നമുക്ക് മലയാളവുമായി ടീച്ചറാണ് എനിക്ക് തന്നത്. മാപ്പിളപ്പാട്ടിനെ കുറിച്ചിട്ടുള്ള ബുക്കൊക്കെ ടീച്ചറാണ് എനിക്ക് തന്നത്. ഇത്തവണത്തെ UPSC പരീക്ഷയിലെ 511 റാങ്ക് വാങ്ങിയ ജഹാനയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. IAS മലയാളത്തിലെ വിദ്യാർത്ഥിയായ ജഹാനയ്ക്കാണ് ഇപ്രാവശ്യം മലയാളം ഓപ്ഷണലിന് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. 275 മാർക്കാണ് ജഹാന മലയാളത്തിന് സ്കോർ ചെയ്തിട്ടുള്ളത്. ജഹാനയ്ക്ക് സ്വാഗതം. താങ്ക് യു. മലയാളം പഠിക്കാൻ വരുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. മലയാളം എടുക്കണോ, മലയാളം എടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറവായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ മലയാളം പഠിക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് വേണ്ടേ, ഞങ്ങൾക്ക് അങ്ങനെ മലയാളത്തിൽ അധികം സാഹിത്യപരമായി എഴുതാനൊന്നും അറിയില്ലാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മലയാളം ഓപ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ ശരിയാകുമോ? പിന്നെ അതുപോലെ മലയാളം വളരെ പ്രാചീനമായിട്ടുള്ള എന്തൊക്കെയോ പഠിക്കാനുള്ള ഒരു ഓപ്ഷണലാണ്. അപ്പൊ ഇത്രയും പഴയ കാര്യങ്ങള് ജെൻസി കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെന്ന് അവർ പറയാറുണ്ട്. അപ്പൊ ജഹാനയ്ക്ക് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ജഹാന എങ്ങനെയായിരുന്നു മലയാളം ഓപ്ഷണൽ എടുക്കാൻ വേണ്ടി വന്നത്, അല്ലെങ്കിൽ ജഹാനയ്ക്കും ഇതുപോലെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നോ? തീർച്ചയായും ഉണ്ടായിരുന്നു, സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഞാൻ BCom ഗ്രാജുവേറ്റ് ആണ്. പിന്നെ UPSCക്ക് ഇറങ്ങിയതിന് ശേഷം MCom ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളുമാണ്. അപ്പോൾ BCom-ല് നമ്മൾക്ക് ഒരു ലാംഗ്വേജ് സബ്ജക്ട് എടുക്കാനുണ്ട്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും മാത്രം ഉണ്ടാകും. അതിൽ ഞാൻ മലയാളമായിരുന്നു എടുത്തത്. അതുപോലെ സ്കൂളിൽ പഠിക്കുമ്പോഴും മലയാളം ഒരു സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് എനിക്ക് മലയാളത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് ചെറുതായിട്ട് വായിക്കും, ബഷീറിന്റെയും MTയുടെയും കഥകളൊക്കെ വായിക്കും. അതല്ലാതെ കവിത എഴുതുക, കഥ എഴുതുക അങ്ങനെയുള്ള കഴിവുകളൊന്നും ഞാൻ നോക്കിയിട്ടുമില്ല, എഴുതാറും ഇല്ല. എവിടെയോ ഒരു ഇഷ്ടമുണ്ട്. അതെ. പിന്നെ അതുപോലെ ഞാൻ ഓപ്ഷണൽ എടുക്കുന്നതിന്റെ മുന്നേ ഇതുപോലെ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് ആവറേജ് സ്കോർ കുറവാണ്. പിന്നെ അതുപോലെ സിലബസ് കാണുമ്പോൾ എസ്പെഷ്യലി ഫസ്റ്റ് പേപ്പറിന്റെ സിലബസ് ഒക്കെ നമ്മള് പാട്ട് പ്രസ്ഥാനം, മണിപ്രവാള പ്രസ്ഥാനം അതുവരെ കേൾക്കാത്ത കുറെ കാര്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചാണ് മലയാളം പോകാറ്, മലയാളം പഠിക്കാറില്ല, കാണാതെ പഠിക്കാറില്ല. അപ്പൊ എങ്ങനെ മലയാളം കാണാതെ പഠിക്കും, പഠിച്ചു പോയി എഴുതും എന്നുള്ള കുറെ സംശയങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ മലയാളം വെറുതെ ആസ്വദിക്കുന്ന ഒരു തലം മാത്രമേ നേരത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ മലയാളം പഠിക്കും, അങ്ങനെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. ശരി, അങ്ങനെ ടെൻഷനുകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മലയാളം ആൻസർ എഴുതുന്നുണ്ട്, സ്കൂൾ കാലം മുതലേ ആൻസർ എഴുതുന്നുണ്ട്, എനിക്ക് എന്തായാലും ആൻസർ എഴുതാൻ പറ്റും, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ക്ലാസ്സസിനൊക്കെ ജോയിൻ ചെയ്തു, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടി. അപ്പോൾ പിന്നെ എൻ്റെ ടെൻഷനുകളെല്ലാം മാറി. ടെസ്റ്റ് സീരീസ് എടുക്കാൻ വന്നപ്പോഴും എല്ലാം പിന്നെ ഞാൻ ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നും മലയാളം സാഹിത്യവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത ഒരാൾക്കും ഇത്രയും സ്കോറൊക്കെ വാങ്ങിക്കാൻ പറ്റില്ല. ശരി, അപ്പൊ അതാണ് നമുക്ക് ജഹാന തരുന്ന ഒരു വായന. അപ്പൊ ഇനി അടുത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് എഴുതുന്നത്, അത് പിള്ളേർക്ക് പേടിയാ. കുട്ടികൾക്ക് നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചറെ അക്ഷരത്തെറ്റുണ്ട്. അക്ഷരത്തെറ്റ് ഇങ്ങനെ UPSCക്ക് കുറെ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണോ? അപ്പൊ ഞാൻ ഇപ്പൊ അതിന് മറുപടികൾ കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് അനുഭവിച്ചിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് കുട്ടികൾക്ക് അത് കുറച്ചും കൂടി അവർക്ക് അത് കൺവിൻസിങ് ആയിട്ട് അനുഭവപ്പെടും. അപ്പോൾ അക്ഷരത്തെറ്റുകൾ ധാരാളം ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഒരു സാഹിത്യ ഭാഷ നിർബന്ധമാണോ? അവർ പറയുന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെ അവർക്ക് എഴുതാനായിട്ട് എങ്ങനെയാണ് ജഹാനയ്ക്ക് അനുഭവപ്പെട്ടത്? ഉത്തരം എഴുതുന്ന
പരീക്ഷാ പേപ്പറിലെ ഭാഷയും ജഹാന സംസാരിക്കുന്ന ഭാഷയും അങ്ങനെ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാന് കോഴിക്കോട് നിന്നാ വരുന്നത്. അപ്പൊ കോഴിക്കോടിലെ ഭാഷ തന്നെ ഒരു വ്യത്യാസമാണ്. അപ്പം ഞാൻ ആൻസർ എഴുതുന്ന ഭാഷയും ഞാൻ സംസാരിക്കുന്ന ഭാഷയും നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ ആൻസർ എഴുതുമ്പോൾ ടീച്ചർക്ക് അറിയാം എന്റെ ഫസ്റ്റിലെ ആൻസറും അവസാനത്തെ ആൻസറും. ഫസ്റ്റിലെ ആൻസർ ടീച്ചർ കാണുമ്പോൾ ഫുൾ അക്ഷരത്തെറ്റാ, കുറെ അക്ഷരത്തെറ്റ് എനിക്കുണ്ടായിരുന്നു. അതും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന അക്ഷരത്തെറ്റുകൾ. അപ്പോ ആദ്യം ഞാൻ അത് കാണുമ്പോൾ ഇത്രയും തെറ്റ് ഞാൻ വരുത്തുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നെ അവസാനമാകുമ്പോഴേക്കും ഞാൻ കോൺഷ്യസ് ആയി, ഈ ഒരു വാക്ക് എഴുതുമ്പോൾ ഇത് ഞാൻ ആദ്യം തെറ്റിച്ച വാക്കുകളാണ്, ഇപ്പം നന്നാക്കാം. അങ്ങനെയാണ് അക്ഷരത്തെറ്റുകൾ എനിക്ക് കുറഞ്ഞത്. അക്ഷരത്തെറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ ജഹാന പക്ഷെ വളരെ കൂളായിട്ടാണ് അക്ഷരത്തെറ്റ്, ഞാൻ ഇത്ര അക്ഷരത്തെറ്റുണ്ട് ഉണ്ടോ ശരി, ജഹാന അത് വളരെ കൂളായിട്ടാണ് ആ റിവ്യൂസ് ഒക്കെ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത്ര അക്ഷരത്തെറ്റ് കാണിച്ചു തരുമ്പോഴൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം ടീച്ചറുടെ അടുത്ത് വന്ന് റിവ്യൂ വാങ്ങുമ്പോഴും ഇനി ഒരുപാട് കാര്യങ്ങൾ മാറ്റാനുണ്ട് അതായിരുന്നു. പക്ഷെ മാറ്റാൻ പറ്റാവുന്നതേ ഉള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ അക്ഷരത്തെറ്റ് ഉൾപ്പെടെയുള്ള എഴുത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ മാറ്റിയത് ആ ടെസ്റ്റിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ്. ഒരു 70 ദിവസമൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ജഹാന നേരത്തെ പറഞ്ഞു, സിലബസ് കണ്ട സമയത്ത് ജഹാനയ്ക്ക് നേരത്തെ ബഷീറിനെയും മാധവിക്കുട്ടിയും ഒക്കെ ആയിരുന്നു കുറച്ചുകൂടി പരിചയം എന്ന് പറഞ്ഞു. അത് കണ്ട് കഴിഞ്ഞതിന് ശേഷം UPSC സിലബസ് ഡൗൺലോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ സിലബസിനകത്ത് കുറച്ച് കാര്യങ്ങൾ കണ്ട് ജഹാനയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ അനുഭവപ്പെട്ടിട്ട് പിന്നെ നമുക്ക് മെയിൻസിന്റെ ക്ലാസ്സസ് ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് ജഹാൻ അതിന് ജോയിൻ ചെയ്തു. ആ ക്ലാസ്സസ് കഴിഞ്ഞപ്പോൾ ജഹാനയ്ക്ക് എങ്ങനെയാ സിലബസിനോടുള്ള ഭയം അനുഭവപ്പെട്ടു? പിന്നെ അത് കുറഞ്ഞില്ലേ? അതെ, തീർച്ചയായും കുറഞ്ഞു. കാരണം യൂണിറ്റ് 2 നമുക്ക് അതൊരു വലിയ യൂണിറ്റ് ആണ്, പേപ്പർ 1-ലെ യൂണിറ്റ്. അപ്പൊ അതില് എനിക്ക് ഏറ്റവും പാടുള്ള ഭാഗം നമ്മുടെ പ്രോസ് വരുന്നത്, അതായത് പ്രാചീന ഗദ്യം, ഭാഷാ കൗടില്യം, ബ്രഹ്മാണ്ഡ പുരാണം. ഈ ഭാഷാ കൗടില്യത്തിൽ നിന്നും ബ്രഹ്മാണ്ഡ പുരാണത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അതൊക്കെ. പക്ഷെ ആ ക്ലാസ്സിൽ ടീച്ചർ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ശാസന ഭാഷയിൽ ഇതൊക്കെയുണ്ട്, അതിൽ നിന്ന് ഭാഷാ കൗടില്യത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന മാറ്റങ്ങൾ, പിന്നെ അതിൽ നിന്ന് ബ്രഹ്മാണ്ഡ പുരാണത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ. അപ്പോൾ അത് എനിക്ക് ആ സമയത്ത് ക്ലിയർ ആയി. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു യൂണിറ്റ് 5ഉം യൂണിറ്റ് 6. അത് പൊതുവെ കുട്ടികൾ പറയുന്ന ഒരു ഭാഗമാണ് പേപ്പർ 1-ൽ യൂണിറ്റ് 5ഉം 6ഉം ഇങ്ങനെ വളരെ വിശാലമായിട്ട് കിടക്കുകയാണെന്നുള്ളത്. പക്ഷെ അത് അത്ര ബുദ്ധിമുട്ടായിരുന്നോ? എനിക്ക് അതായത് നമ്മൾ ക്ലാസ്സസ് ഒക്കെ എടുക്കുമ്പം ആദ്യം യൂണിറ്റ് 1, യൂണിറ്റ് 2 അങ്ങനെയുള്ള ഒരു ഓർഡറിലാണല്ലോ എടുക്കുന്നത്. അപ്പൊ യൂണിറ്റ് 6 ഞാൻ അധികം പഠിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കണം എനിക്ക് അധികം ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയത്. അപ്പം മീൻസിന്റെ സമയത്ത് ആ ടീച്ചറുടെ ക്ലാസ്സിൽ ഇപ്പം ചെറുകഥയുടെ ഭാഗമാണെങ്കിൽ, നോവലിന്റെ ഭാഗം പഠിക്കുകയാണെങ്കിൽ ടീച്ചർ VKനും തകഴിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ വെച്ചിട്ടാണ് ടീച്ചർ പഠിപ്പിച്ചത്. അപ്പോൾ നമുക്ക് രണ്ടുപേരെയും പഠിക്കാൻ പറ്റി. അതല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ്, താരതമ്യപ്പെടുത്തു എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോ റിവിഷൻ ക്ലാസ്സസ്, മെയിൻസ് ക്ലാസ്സസ് തന്നെയാണ് ആ ഒരു സമയത്ത്. മെയിൻസ് ക്ലാസ്സിൽ നമ്മൾ റെഗുലർ ക്ലാസ്സിൽ കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തു എന്നുള്ളതിന്റെ മാത്രമല്ല, മറിച്ച് PYQ കംപ്ലീറ്റ് കവറേജ് ചെയ്തു. അതെ അതെ, അതുകൊണ്ടാണ് നിങ്ങൾ മലയാളത്തെ സംബന്ധിച്ച് കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ് അല്ലെ? ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ അത് PYQ കവറേജ് ക്ലാസ് എടുത്തത് കൊണ്ട് കുറെ കൂടി പരീക്ഷയ്ക്ക് അത് സ്പീഡ് കൂടാനോ അങ്ങനെ വല്ലതും സഹായകമായിട്ടുണ്ടോ? ഇപ്രാവശ്യത്തെ നമ്മുടെ മെയിൻസ് പരീക്ഷയിൽ പുറത്തുനിന്ന്, അതായത് നമ്മൾ പഠിക്കാത്ത ഏരിയയിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ഏകദേശം എല്ലാം കംഫർട്ട് ആയിട്ടുള്ള ഒരു ഏരിയാസ് എന്നാണ് എല്ലാം ചോദിച്ചത്. ഈ ടെസ്റ്റ് ഇവിടെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ജഹാൻ എഴുതി തീരുമായിരുന്നോ? ആദ്യത്തെ ടെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ 2 ചോദ്യം 3 ചോദ്യം വിട്ടു. രണ്ടാമത്തെ ടെസ്റ്റ് എടുത്തപ്പോൾ 1 ചോദ്യം വിട്ടു. പിന്നെ എനിക്ക് എല്ലാം കറക്റ്റ് നമ്മുടെ UPSCയുടെ ഫുൾ ടെസ്റ്റ് തന്നെയാണ് ജഹാൻ എടുത്തത്. യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തെങ്കിലും ജഹാന ഫുൾ ടെസ്റ്റ് മാത്രമാണ് എടുത്തത്. അതുകൊണ്ട് കുറച്ചും കൂടി UPSCയുടെ പരീക്ഷ എത്തിയപ്പോഴേക്കും ആ പാറ്റേൺ കുറച്ചുകൂടി ജഹാനയ്ക്ക് ഹെൽപ്ഫുൾ ആയില്ലേ, സഹായകമായി, എളുപ്പമായി. പിന്നെ ഇപ്രാവശ്യം അവര് പേപ്പർ കൂടി കൂട്ടി. അപ്പോ നമ്മൾ എന്തായാലും സ്പീഡ് കൂട്ടണം. തലേദിവസം ഞാനൊരു മെസ്സേജ് വിട്ടത് അതെ അതെ മെയിൻസ് ഗ്രൂപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കണം എന്നുള്ളൊരു മെസ്സേജ് ടീച്ചർ ഇട്ട്. എപ്പോ ബുക്ക്ലെറ്റ് കിട്ടിയാലും നമ്മളത് എണ്ണി നോക്കണം, എത്രയുണ്ട് പേജ്, UPSC ഇപ്രാവശ്യം എന്തെങ്കിലും പുതുമ കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ ബുക്ക്ലെറ്റ് കിട്ടിയപ്പോൾ ഞാൻ നോക്കി, പേജ് കൂട്ടിയിട്ടുണ്ട്, അപ്പൊ സ്പീഡ് കൂട്ടണം എന്തായാലും. അപ്പോ നമ്മുടെ ടെസ്റ്റ് സീരീസിന് ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ എഴുതി തീർത്തപ്പോൾ ഇത് ഇവിടെ മെയിൻസിനും ഭയങ്കര ഉപകാരമായിരുന്നു. എനിക്ക് പേപ്പർ ഫുൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റി, എല്ലാം ഞാൻ ചെയ്തു.
പേപ്പർ 2 വന്ന സമയത്ത് എങ്ങനെയാണ് ജഹാനയ്ക്ക് ക്ലാസ്സുകളും അതേപോലെ പേപ്പർ 2 ജഹാനയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും എന്തെങ്കിലും മാറ്റങ്ങളോ അങ്ങനെ അനുഭവപ്പെട്ടോ? പേപ്പർ 2 ഞാൻ പോയട്രി ആയിരുന്നു നോക്കിയത്. പ്രോസ് എനിക്ക് പ്രോസിനേക്കാളും ഞാൻ കുറച്ചുകൂടി കംഫർട്ടബിൾ പോയട്രി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സസിൽ തന്നെ ചിന്താവിഷ്ടയായ സീത എടുക്കുമ്പോൾ ടീച്ചർ അതൊരു വലിയ കവിതയാണ്, അതിന് എവിടെ നിന്ന് വേണമെങ്കിലും അനോട്ടേഷൻ ചോദിക്കാം. അപ്പോൾ അനോട്ടേഷൻ ചോദിച്ചാൽ അതിന്റെ സന്ദർഭം എഴുതാനൊക്കെ ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ക്ലാസ്സിൽ നമ്മൾ ടീച്ചർ ഓരോ ഘട്ടങ്ങളായിട്ട് ഇരിക്കുന്നു, അതിൽ തന്നെ എത്ര വരികൾ വരുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ ഭീഷ്മപർവ്വം, അതിൽ കുറെ 1-ാം ദിവസം 2-ാം ദിവസം അത് കാണുമ്പോൾ പിള്ളേർ പേടിക്കുന്ന കവിതകളാണ് രണ്ടും. നീളം കൂടുതൽ കാണുമ്പോൾ ഒരു പേടിയാണ് കുട്ടികൾക്ക്. പക്ഷെ അതങ്ങനെ അത്രയും നീളം കൂടുതൽ കാരണം പേടിക്കേണ്ട ഒരു കവിതകളല്ല. അപ്പോൾ അതുപോലെയുള്ള കവിതകൾ, വലിയ കവിതകളൊക്കെ നമ്മുടെ ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയി. ഈ കവിതകളെ കുറിച്ച് കുട്ടികൾക്കുള്ളൊരു വലിയ പേടിയാണ്. UPSC വരുമ്പോൾ ഇനി കവിതകളൊക്കെ കുറെ പഠിക്കണം, ഗ്രാമർ ഉണ്ടോ ഇതിനൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും UPSC നമുക്ക് ഗ്രാമർ ഇല്ല. ജഹാനയ്ക്ക് അങ്ങനെ കവിതകൾ കുറെ കാണാതെ പഠിക്കേണ്ട ഒരു ആവശ്യം വന്നോ? നമ്മുടെ കവിതകൾ ഞാൻ അധികവും കാണാതെ പഠിക്കാറുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും ആൻസർ എഴുതാൻ വരുമ്പോൾ നമുക്ക് വരികൾ വെക്കണം. അപ്പൊ അത് കവിത മുഴുവനും വേണ്ടല്ലോ, 1-2 വരികൾ മാത്രം നമ്മൾ എടുത്തിട്ട് ഉത്തരത്തിന്റെ ഇടയിൽ വെക്കുന്നതല്ലേ. ഇപ്പൊ ഭീഷ്മപർവ്വത്തിൽ തന്നെ നമുക്ക് കുറെ രസങ്ങളുണ്ട്. ആ ഓരോ രസങ്ങൾക്കും ഓരോ വരികള്, ഒരു 2 വരികൾ ഞാൻ എന്തായാലും പഠിക്കാറുണ്ട്, 2 വരികൾ. ജഹാനയുടെ കാര്യം ഇതിന്റെ ഇടയിൽ ഞാൻ പറയുന്നത്, ജഹാന വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ ജഹാനയെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പഠിക്കുക, ഇതിന് ഉദാഹരണം ഇങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഉദാഹരണം അവിടെ അതിനുവേണ്ടി പുള്ളിക്കാരത്തി സമയം കണ്ടെത്തി അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സുകൾ ഉണ്ടാക്കി അതൊക്കെ കൃത്യമായിട്ട് എഴുതുന്ന ഒരാൾ കൂടിയിട്ടാണ്. അതൊരു വലിയ കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും റിവ്യൂസ് കൊടുക്കുമ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉത്തരത്തെ പുതുക്കാനുള്ള ഒരു ശ്രമം, അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ പുതുക്കി ചെയ്യുന്നത് കൊണ്ട് ഉത്തരം കുറെ കൂടി ഭംഗിയായി മാറാറുണ്ട്. അതിനുവേണ്ടി ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു കീ നോട്ട്, ഒരു പോക്കറ്റ് നോട്ട് പോലെയുണ്ട്, അതില് നമ്മുടെ ഹോൾ സിലബസ് അതിലുണ്ട്, പക്ഷെ പോയിന്റ്സ് ആക്കിയിട്ട്. അതുപോലെ അതിലെല്ലാ രസങ്ങളും ഞാൻ പറഞ്ഞതുപോലെ അതിൽ വരികളും ഉണ്ട്, ഓരോ പോയിന്റിനും ഓരോ വരികള്, കൊട്ടേഷൻസ്. അപ്പം അത് എല്ലാ സമയവും റിവൈസ് ചെയ്യാൻ വേണ്ടി എനിക്ക് എടുക്കാറുണ്ട്. ജഹാന പഠിച്ചിട്ടുള്ള വരികള്, ജഹാന ഉത്തരത്തിൽ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള വരികള്, ഉത്തരത്തിൽ വെക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഉദ്ധരണികള്, ഇതൊക്കെയാണ് ആ ചെറിയ പുസ്തകത്തിലേക്ക് എഴുതി വെക്കുക. അപ്പൊ അതിങ്ങനെ കൂടെ കൊണ്ട് നടക്കണ്ടല്ലോ എല്ലാം കൂടി. ആ ഒരു നോട്ട് മാത്രമാണ് ഞാൻ കൊണ്ട് നടക്കാറ്. പിന്നെ മെയിൻസിന്റെ സമയമാകുമ്പോൾ ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈ വരികൾ മാത്രമേ മനസ്സിലുള്ളൂ. വെറുതെ ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് കിട്ടും. നമ്മൾ മലയാളം വായിച്ചു പോയിട്ട് എനിക്ക് തോന്നുന്നില്ല മീൻസ് എഴുതാൻ പറ്റുന്നുള്ളത്. കാരണം ഈ ഒരു കൊട്ടേഷനോ വരികളോ ആണെങ്കിൽ ആ ഒരു 7 മിനിറ്റിന്റെ ഉള്ളിൽ പെട്ടെന്ന് ഓർത്തെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കാണാതെ പഠിക്കുക തന്നെ വേണം. അപ്പൊ ഞാൻ നടക്കുമ്പോഴും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വരികൾ ആലോചിക്കും. ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ ഉറക്കത്തിൽ പോലും വരികൾ വരാറുണ്ട്. പേടി കൊണ്ടായിരിക്കണം അറിയില്ല. കാവ്യഭാഗങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നത് കൂടി കൊണ്ടാണ്. ഇപ്പൊ നേരത്തെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പറഞ്ഞല്ലോ ജഹാന, എനിക്ക് പ്രോസിനേക്കാൾ കൂടുതൽ ഇഷ്ടം കാവ്യഭാഗങ്ങളാണെന്ന്. അപ്പൊ അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് കൂടിയിട്ടാണ് അത് തന്നെ ഇങ്ങനെ പാടി നടക്കാനായിട്ട് താല്പര്യം. ടീച്ചർ കവിതയുടെ ഭാഗം എടുക്കുമ്പോൾ ടീച്ചർ ആ കവിത ചൊല്ലാറുണ്ട്. അപ്പൊ ആ ട്യൂണ് എന്റെ മനസ്സിലുണ്ട്. നമ്മളതിങ്ങനെ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ്. ഓരോ കവിതയും ഓരോ ട്യൂണിലാണ് അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഗുണം ഉണ്ടാവും. ഇങ്ങനെ ചൊല്ലി കേൾക്കുമ്പോ അത് നമുക്ക് പെട്ടെന്ന് മറന്നു പോവില്ല. അത് ഭീഷ്മപർവ്വം ടീച്ചർ എടുത്തപ്പോൾ ആ ഒരു ട്യൂണിൽ എങ്ങനെ ചൊല്ലിയപ്പോൾ ഞാനും പിന്നെ വരികളൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ആ ട്യൂണിൽ തന്നെ പാടും. അപ്പോൾ നമുക്ക് മെയിൻസിന് അനോട്ടേഷനിൽ ഭീഷ്മപർവ്വത്തെ 2 വരികൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ സാധാരണ ടീച്ചേഴ്സ് അനോട്ടേഷൻ വരുമെന്ന് പറയുന്ന വരികളായിരുന്നില്ല. പക്ഷെ എനിക്ക് ആദ്യം കൺഫ്യൂഷൻ ആയി, ഇതിപ്പോ ഏത് കവിതയിലെ. അതെ. അപ്പൊ ഞാനിങ്ങനെ ആ ട്യൂൺ വെച്ച് അങ്ങനെ പാടി നോക്കി. അപ്പൊ മനസ്സിലായി. അങ്ങനെ കുറെ ഉപകാരങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മളിവിടെ IAS മലയാളത്തില് UPSC മെയിൻസിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകൾ ഓൺലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, ഓഫ്ലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ജഹാന ആദ്യം ഓൺലൈനിലായിരുന്നു. ഞാനൊരു റിവ്യൂ തന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഓഫ്ലൈനായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ജഹാനയ്ക്ക് ഓൺലൈനിൽ നിന്നും ഓഫ്ലൈനിലേക്ക് വന്നപ്പോൾ തോന്നിയത്? ഓൺലൈൻ ഫീഡ്ബാക്കുകളും കൃത്യമായിട്ട് നൽകിയിരുന്നു. പക്ഷെ ജഹാനയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ അക്ഷരത്തെറ്റുകളായിരുന്നു ആദ്യം നമ്മൾ ശ്രദ്ധിച്ചിരുന്നത്.
അപ്പൊ അത് തിരുത്താനായിട്ട് ഓഫ്ലൈനിലേക്ക് വന്നപ്പോ എങ്ങനെ ജഹാനയ്ക്ക് തോന്നി? ഓൺലൈനായിട്ട് എഴുതുമ്പോൾ നമ്മൾ നമ്മുടെ കംഫർട്ടബിൾ ഏരിയയിൽ നമ്മുടെ കംഫർട്ടബിൾ ടൈമിലാണ് എഴുതുന്നത്. പക്ഷെ ഓഫ്ലൈൻ ആയിട്ട് വരുമ്പോൾ ടീച്ചറുടെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരുന്നിട്ട് ലൈബ്രറിയിൽ കറക്റ്റ് സമയത്തിന് എഴുതുന്നു. അപ്പം അത് തന്നെ വലിയ വ്യത്യാസമായിരുന്നു. നമ്മൾ മെയിൻസിന് പോകുമ്പോഴും നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ ചൂടുണ്ടെങ്കിൽ അത് നമ്മുടെ എഫക്ട് ചെയ്യും. ഇപ്പോൾ ഓഫ്ലൈനായി വന്ന് എഴുതുമ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോധർ ചെയ്യാണ്ട് നമ്മൾ എഴുതും. നമ്മുടെ കംഫർട്ടബിൾ ഏരിയയിലല്ല എഴുതുന്നത്, ആ സമയത്ത് എഴുതി തീർക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അത് ആക്ച്വൽ മെയിൻസ് എക്സാമിന് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതുപോലെ ഞാൻ റിവ്യൂവിന് ഓഫ്ലൈൻ ആയിട്ട് വരുമ്പോൾ ടീച്ചറ് മറ്റു കുട്ടികളുടെ ആൻസേഴ്സ് കാണിക്കും. അപ്പോൾ ഞാൻ ആദ്യം ചെറുതായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി കുറച്ച് സാഹിത്യ ഭാഷയിലൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിച്ചപ്പം അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആൻസേഴ്സ് ആയിട്ട് എൻ്റെത് മാറി. പിന്നെ ഈ ആൻസേഴ്സ് പഴയ ടോപ്പേഴ്സിൻ്റെ ആൻസേഴ്സും ഇപ്രാവശ്യം എഴുതുന്ന കുട്ടികളുടെ ആൻസേഴ്സും ടീച്ചർ കാണിച്ചു തന്നപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് എനിക്കും എഴുതാൻ പറ്റും. അത് തന്നെയാണ് ഫസ്റ്റിലുള്ള ആൻസറും എൻ്റെ അവസാനത്തേക്കുള്ള ആൻസറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഓഫ്ലൈനായിട്ട് എഴുതുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ. പിന്നെ ഓഫ്ലൈനായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി വന്നപ്പോൾ പേപ്പർ നോക്കുന്നതും ജഹാനയെ ഇരുത്തി തന്നെയായിരുന്നു. അതെ. അപ്പോൾ അത് കുറച്ചും കൂടി ജഹാനയ്ക്ക്, നേരത്തെ നമ്മൾ ഓൾറെഡി പേപ്പർ നോക്കി വെച്ചിട്ട് ഓൺലൈൻ റിവ്യൂസ് നമ്മൾ തരുന്ന സമയത്ത് പേപ്പർ ഞാൻ നോക്കി ജഹാനയ്ക്ക് PDF ഫയൽ അയച്ചു തരുന്നു, ഒരു ഡീറ്റെയിൽ ആയിട്ട് വോയിസ് ഇടുന്നു, പിന്നെ ജഹാനയുടെ റിവ്യൂവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ജഹാനയ്ക്ക് തിരിച്ച് റിപ്ലൈ തരുന്നു. ഈ ഒരു പ്രോസസ്സാണ് ഓൺലൈനിൽ പോവുക. അല്ല നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയും ഒക്കെ ആണെങ്കിലും സൂമിലാണെങ്കിലും ഒക്കെ ഓൺലൈനിൽ കുട്ടികൾക്ക് ഫീഡ്ബാക്കുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഓഫ്ലൈനിൽ വരുന്ന സമയത്ത് ജഹാനയെ ഇരുത്തിയാണ് നമ്മൾ ആ പേപ്പർ നോക്കിയിരുന്നത് അല്ലേ? അപ്പോ ജഹാനയ്ക്ക് എന്നോട് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തന്നെയാണോ ഇത് എഴുതിയത് എന്ന് ജഹാനയ്ക്ക് തോന്നിയിരുന്നു എന്നുള്ളത്. നമ്മള് ടീച്ചർ എന്റെ മുന്നിലിരുന്ന് ഓരോ വരികളും വായിക്കും. അപ്പം അതില് അക്ഷരത്തെറ്റുകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു പൊരുത്തയില്ലായ്മ കാണുമ്പോഴോ ഇതൊക്കെ ഞാൻ തന്നെയാണോ എഴുതിയത്, എനിക്ക് തന്നെ അവിടെ ഞാൻ ഇരുന്ന് ഉരുകും ഞാൻ തന്നെ എൻ്റെ ആൻസേഴ്സ് വായിക്കുമ്പോൾ. അപ്പോൾ അത് ഓഫ്ലൈനിൽ വന്നിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അത് പിന്നീട് മാറ്റാൻ വേണ്ടിയിട്ടും പറ്റി. ഇവിടെ മൊത്തം IAS മലയാളത്തിൽ വന്നിട്ട് മലയാളം ഓപ്ഷണലുമായി ബന്ധപ്പെട്ട് ജഹാനയ്ക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ്? ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നപ്പോൾ തന്നെ അവിടെ നമുക്ക് പഠിക്കാനായിട്ട് ഒരു ഏരിയ ഉണ്ട്. അവിടെ കുറെ റെഫറൻസ് ബുക്കുകളുണ്ട്. ഞാൻ അതൊക്കെ കുറച്ച് റെഫറൻസ് ബുക്കൊക്കെ ഞാൻ അപ്പോൾ യൂസ് ചെയ്തിരുന്നു. പിന്നെ ഒരു ഇന്റർവ്യൂവിന് പോലും വന്നിരുന്നു റെഫറൻസ് ബുക്കുകൾ നമുക്ക് മലയാളവുമായി ടീച്ചറാണ് എനിക്ക് തന്നത്. മാപ്പിളപ്പാട്ടിനെ കുറിച്ചിട്ടുള്ള ബുക്കൊക്കെ ടീച്ചറാണ് എനിക്ക് തന്നത്. അപ്പോൾ ആ ഒരു ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. പിന്നെ ടീച്ചറും, ഞാൻ മെയിൻസിന് വരുമ്പോഴാണ് ഞാൻ ടീച്ചർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഞാൻ അധികം പെട്ടെന്ന് ഒരാളോട് തുറന്ന് സംസാരിക്കുന്ന ഒരാളല്ല. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ മെയിൻസിന്റെ ടെൻഷനും ഉണ്ട്. ഫസ്റ്റ് ടൈം ആണ് പ്രിലിംസ് ക്ലിയർ ആവുന്നത്, കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ ഞാനും ആ ഒരു സീരിയസ്നെസ്സിലായിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഓരോ സെഷൻസ് കഴിയുമ്പോഴാണ് ടീച്ചർ എന്നെ കുറിച്ചിട്ടും ഞാൻ ടീച്ചറെ കുറിച്ചിട്ടും അറിയാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ കോൺവെർസേഷൻ കുറച്ചുകൂടി വലുതായി, നമ്മൾ കുറെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയി. ജഹാനയ്ക്കുള്ള ഇഷ്യൂസ് ജഹാനയ്ക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വന്നു. അതെ അതെ, ടീച്ചറുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക്. അതുപോലെ നമ്മുടെ ടെസ്റ്റ് സീരീസും നമ്മുടെ ഫസ്റ്റ് പേപ്പർ പാർട്ട് A, പാർട്ട് B അങ്ങനെ ആക്കിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരുന്നു. യൂണിറ്റ് ടെസ്റ്റിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് നടത്തുന്നത്. അപ്പോൾ അതും ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഓഫ്ലൈനായിട്ട് ഞാൻ വന്ന് എഴുതുന്നത് പറഞ്ഞു. ടെസ്റ്റ് സീരീസ് ഫസ്റ്റ് റിവ്യൂ മുതൽ ലാസ്റ്റ് റിവ്യൂ വരെയുള്ളൊരു ജേർണി, ഒരു ട്രാൻസ്ഫോർമേഷൻ എൻ്റെത്, അതെല്ലാം എന്നെ ഫൈനൽ UPSC ആൻസർ നന്നായിട്ട് എഴുതാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ്, മെയിൻസ് ക്ലാസ്സസ്, അത് ഞാൻ പറഞ്ഞു ടീച്ചറോട് നേരത്തെ, എനിക്ക് ഇത്രത്തോളം പേപ്പർ 1ഉം പേപ്പർ 2ഉം ഹെൽപ്പ് ചെയ്തു എന്നുള്ളത്. ഞാൻ പറഞ്ഞ ആ കീ നോട്ടിൽ ടീച്ചറുടെ പുതിയ പോയിന്റ്സും, ടീച്ചർ റിവിഷൻ ക്ലാസ് ആണ്, പക്ഷെ എനിക്ക് കുറെ പുതിയ പോയിന്റ്സുകൾ അതിൽ നിന്ന് കിട്ടാറുണ്ട്. നമ്മൾ അല്ലെങ്കിലും റെഗുലർ ബാച്ചിൽ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കണ്ടന്റ് റിച്ച് ആയിട്ടാണ് നമ്മൾ മെയിൻസ് കുട്ടികളെ കുറെ കൂടി വാർത്തെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ബുക്ക് നിറഞ്ഞു അവസാനമൊക്കെ ആകുമ്പോഴേക്ക്. പിന്നെ പഴയ വരികളൊക്കെ മാറ്റി പുതിയ വരികൾ, ആരും എഴുതാത്ത പുതിയ വരികൾ കൊണ്ടുവരാൻ നോക്കി, കൊട്ടേഷൻസ് കൊണ്ടുവരാൻ നോക്കി. പിന്നെ ടീച്ചർ ഗ്രൂപ്പിൽ ഡെയിലി ഇടുന്ന
പഠനങ്ങള്, നോട്ട്സുകൾ, മെയിൻസിന് വേണ്ടിയിട്ടുള്ള നോട്ട്സുകൾ, അതൊക്കെ ഞാൻ അതെ അതെ അതൊക്കെ റെഫർ ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ എന്താണോ എനിക്ക് വേണ്ടത് എന്നുള്ളത് ഞാൻ എടുത്തു. അത് മെയിൻസിന്റെ ഒരു ക്വാളിറ്റി, ആൻസറിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇതാണ് ഒരു ബികോം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എനിക്ക് മെയിൻസിൽ ഒരു 275 മാർക്ക് വാങ്ങാൻ എനിക്ക് പറ്റി. ഞാൻ തന്നെ ഒന്ന് ഷോക്കായി, ഇത് എനിക്കാണ് ടോപ്പ് സ്കോർ എന്ന് അറിഞ്ഞപ്പോ. ഞാൻ വിചാരിച്ചു എനിക്കോ എന്നുള്ളൊരു സാധനമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ നേടാവുന്നതേ ഉള്ളൂ. ജഹാനയുടെ ഹാർഡ് വർക്ക് ഇതിൽ വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ജഹാന അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇരുന്ന് ക്ഷമയോടുകൂടി വീണ്ടും നോട്ടുകൾ ഉണ്ടാക്കുന്നു, വീണ്ടും പറയുന്ന കാര്യങ്ങൾ തിരുത്തുന്നു, ഈഗോ ഇല്ലാതെ സ്വീകരിക്കുന്നു. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അതെ, ടീച്ചറുടെ ഇവാലുവേഷനും ടീച്ചർ പറയുന്ന പോലെ ഒരു പോസ്റ്റ്മോർട്ടം ഇവാലുവേഷൻ ആണ്. ഓരോ വരികളും അതിൽ ഓരോ വാക്കും എടുത്ത് അത് ആ വാക്ക് അവിടെ വേണോ അല്ലെങ്കിൽ അത് വേണ്ട, മാറ്റി നമുക്ക് വേറെ വെക്കാം എന്നുള്ള ഓരോ ഫീഡ്ബാക്കും അപ്പൊ കേൾക്കുമ്പോൾ ഇത്രയും തെറ്റുകളുണ്ടോ, ഇത്രയൊക്കെ പറയണം തോന്നും. പക്ഷെ അത് ഇവഞ്ച്വലി നമ്മുടെ ആൻസറിന്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് തന്നെയാണ് ഹെൽപ്പ് ചെയ്തത്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏതൊരു ഓപ്ഷനിൽ എടുക്കുകയാണെങ്കിലും ആദ്യം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കും. ആവറേജ് സ്കോർ കിട്ടുന്നുണ്ടോ, നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടോ, ടീച്ചേഴ്സ് അവൈലബിൾ ആണോ, അതുപോലെ തന്നെ അതിനോടൊരു ഇൻട്രസ്റ്റും വേണം. മലയാളത്തിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് അത് പഠിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഫസ്റ്റ് പേപ്പർ നമുക്ക് കുറച്ച് ഡ്രൈ ഏരിയ ആണ്, നമ്മൾ കാണാതെ എന്തായാലും പഠിക്കണം. അപ്പം അതിനോടൊരു ഇൻട്രസ്റ്റ് വേണം. അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതിയും വേണം. നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിന് ക്ലാസ് എടുത്ത് അത് റിവൈസ് ചെയ്യാൻ ഡെയിലി ഒരു സമയം കണ്ടെത്തണം. ഇനി ക്ലാസ് എടുക്കാത്ത ഒരാളാണെങ്കിൽ, എന്നെ പോലെ റിപ്പീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നോട്ട്സ് ഉണ്ടാക്കുന്നവർക്ക് അത് റിവൈസ് ചെയ്യാൻ സമയം കണ്ടെത്തണം. എന്നാലും മാത്രമേ നമുക്കത് ഓർമ്മയിൽ നിൽക്കുള്ളൂ, അത് ആൻസറിലേക്ക് വരുത്താൻ പറ്റുള്ളൂ. അപ്പം ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഉണ്ടെങ്കിൽ മലയാളം ഒരു ബാലികേറ മലയല്ല, അതെ ആർക്കും പറ്റുന്ന ഒരു ഓപ്ഷണൽ തന്നെയാണ്. അപ്പൊ ശരി, ജഹാനയ്ക്ക് ഇനിയും അങ്ങോട്ട് ഒരുപാട് രീതിയിലുള്ള ഉയർച്ചകൾ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. മലയാളം ഓപ്ഷണലൊക്കെ എടുത്ത് പഠിച്ച സ്ഥിതിക്ക് ഇനി ഒരുപാട് യാത്രകളൊക്കെ ചെയ്ത് വീണ്ടും ഒരുപാട് അനുഭവങ്ങളൊക്കെ എഴുതി. അപ്പൊ ഇപ്പൊ മലയാളം ഓപ്ഷണലിനെ കുറിച്ച് ഇത്രയും വാചാലമായി സംസാരിച്ച ജഹാനയ്ക്ക് ഒരുപാട് മലയാളത്തിൽ തന്നെ കാര്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ടീച്ചറെ. താങ്ക് യു.